നമുക്കൊത്തിരി സ്നേഹം തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒത്തിരി സംസാരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ അവയെക്കുറിച്ച് നമ്മൾ ഒത്തിരി സംസാരിക്കും. ഇനി എഴുതുന്നവരാണെങ്കിൽ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ അതിനെക്കുറിച്ച് വളരെ കൂടുതലായിട്ട് എഴുതും. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ഇതുപോലെ ബൈബിളിൽ ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിനോട് ഒത്തിരി സ്നേഹം തോന്നി, ഒരു കാര്യത്തിനോട് വളരെ അടുപ്പം തോന്നി, വളരെ ഇഷ്ടം തോന്നി. അതുകൊണ്ട് ഈ ഒരു വ്യക്തി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒത്തിരി കൂടുതലായിട്ട് എഴുതുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരെന്നറിയാമോ? വിശുദ്ധ ബൈബിളിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ രാജാവായിരുന്ന ദാവീദ്. ദാവീദിൻ്റെ പേരിൽ 150 സങ്കീർത്തനങ്ങളുണ്ട്. ഈ 150 സങ്കീർത്തനങ്ങളെന്ന് എടുത്തു നോക്കുമ്പോൾ 119 സങ്കീർത്തനത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ 150 അധ്യായങ്ങളിൽ ഏറ്റവും വലിയ അധ്യായമാണ് 119 അധ്യായം. ഈ 119 അധ്യായത്തിന് 176 വാക്യങ്ങളാണുള്ളത്. ഇത്രയും കൂടുതൽ വാക്യങ്ങളുള്ള ഒരു അധ്യായവും സങ്കീർത്തനങ്ങളിലില്ല. എന്തിനേറെ പറയുന്നു, ബൈബിളിലെ ഓരോ പുസ്തകങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രയധികം വാക്യങ്ങൾ വരുന്ന ഒരധ്യായവും ഒരു പുസ്തകങ്ങളിലും ഇല്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തോട് ഒരു പ്രത്യേക സ്നേഹം, ഒരു പ്രത്യേക ഇഷ്ടം ദാവീദ് ഈ അധ്യായത്തിൽ കാണിക്കുന്നുണ്ട്. എന്തിനോടാണെന്നറിയാമോ? കർത്താവിൻ്റെ നിയമത്തോട്, 10 പ്രമാണങ്ങളോട്. ഈ 10 പ്രമാണങ്ങളെ, കർത്താവിൻ്റെ നിയമങ്ങളെ, തോറയെ ദാവീദ് ഒത്തിരിയേറെ സ്നേഹിച്ചു എന്നുള്ളതാണ്, ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഒരു സ്നേഹം ദാവീദിന് ലോകത്തിൽ ഒരു വ്യക്തികളോട് പോലും ഉണ്ടായിട്ടുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൻ്റെ 97 തിരുലിഖിതത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നത്: അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു, അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവനും ഞാൻ ധ്യാനിക്കുന്നത്. ഇതുപോലെ ദാവീദിൻ്റെ അതിശക്തമായ സ്നേഹം വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും വ്യക്തികളോടോ ഏതെങ്കിലും ഒരു തലത്തോടോ ദാവീദ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. കർത്താവിൻ്റെ പ്രമാണങ്ങളെ ഇത്രയധികം സ്നേഹിച്ചുകൊണ്ടാണ് ദാവീദ് ഇത്രയധികം കൂടുതലായിട്ട് ഈ അധ്യായത്തിൽ എഴുതുന്നത്. ദാവീദിന് കർത്താവിൻ്റെ പ്രമാണത്തോടുള്ള അടുപ്പത്തിൽ നമുക്കിവിടെ വലിയൊരു പ്രത്യേകത കാണാനായിട്ട് സാധിക്കും. മറ്റെല്ലാവരും ഒരു പക്ഷേ കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നവരായിരുന്നുവെങ്കിൽ ദാവീദിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കർത്താവിൻ്റെ പ്രമാണത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നിയമങ്ങളെ, കർത്താവിൻ്റെ പ്രമാണത്തെ നമ്മൾ അത്രയധികം സ്നേഹിച്ചാൽ മാത്രമേ ശരിക്കും അതിനെ അനുസരിക്കാനായിട്ട് പറ്റുള്ളൂ. നിയമങ്ങളെ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പരാജയപ്പെട്ടു പോയേക്കാം. പക്ഷേ നിയമങ്ങളെ നമ്മൾ സ്നേഹിച്ചാൽ ആ നിയമങ്ങൾ അനുസരിക്കാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ കർത്താവിൻ്റെ പ്രമാണങ്ങളെ, കർത്താവിൻ്റെ കൽപ്പനകളെ സ്നേഹിച്ചതുകൊണ്ടാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ കൊടുത്തത്. ഈ 10 പ്രമാണങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ നമ്മളിൽ ഇത് പലർക്കും കാണാപ്പാടം പോലും അറിയത്തുണ്ടാകുകയില്ല. ഇതൊന്ന് ഓർഡർ അനുസരിച്ചൊന്ന് പറയാനായിട്ട് ചില വ്യക്തികളോടൊന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഇന്നത്തെ ലോകത്തിലെ ചില മനുഷ്യരുടെ അവസ്ഥയാണ് 10 പ്രമാണങ്ങൾ പോലും അവർക്കറിയത്തില്ലെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ ഒത്തിരി ആത്മീയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ 10 പ്രമാണങ്ങൾ അങ്ങ് അനുസരിച്ചാൽ മതി, അതിനെ സ്നേഹിച്ചാൽ മതി, അതിൽ ജീവിച്ചാൽ മതി. കർത്താവിൻ്റെ 10 പ്രമാണങ്ങളെ സ്നേഹിച്ച് അതനുസരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ഇത്രയും ചെയ്താൽ മതി, നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും പല തഴക്കദോഷങ്ങളും താനെ മാറിപ്പോയിക്കൊള്ളും. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളൊക്കെ താനെ വന്നുകൊള്ളൂ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രമാണങ്ങളെ സ്നേഹിച്ച് അതിനനുസരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി, അതിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം.